റോയ് ചായ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു സുവിശേഷ പ്രവർത്തകനെ ചുട്ടുകൊന്ന കേസിലെ 2ാം പ്രതിയെ വെറുതെ വിട്ടു. ക്രിസ് സംഖ്യകൾക്കും കാസാക്കാർക്കും സന്തോഷിക്കാൻ ഇത് മതിയാവോ? ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒറീസയിൽ 1999 ജനുവരി 21 അർദ്ധരാത്രിയിൽ അവിടെ മനോഹർപൂർ ഗ്രാമത്തിൽ സ്വന്തം വാനിൽ കിടന്നുറങ്ങുകയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻ എന്ന ഓസ്ട്രേലിയൻ മിഷണറിയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും 10 വയസ്സും 6 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങളെ അവിടെ വാനിലിട്ട് തീ കത്തിച്ച സംഭവം. ആ സംഭവത്തിൽ 2ാം പ്രതിയായ മഹേന്ദ്ര ഹെബ്രാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്നലെ ഒഡീസ സർക്കാർ തുറന്നുവിട്ടത്. അത് നല്ല നടപ്പ് ആണ് എന്ന് പറഞ്ഞ് നല്ല സ്വഭാവവും നല്ല നടപ്പുമാണ് എന്ന് പറഞ്ഞാണ് ജയിൽ റിവ്യൂ കമ്മിറ്റി അയാളെ തുറന്നുവിട്ടത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് BJP സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ളത്? വലിയ സംഭാവനയാണ് കിട്ടിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതും ഈ പീഡാനുഭവ കാലത്ത്. എന്തടിസ്ഥാനത്തിലാണ് തുറന്നുവിട്ടു? ആ ജയിൽ റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ചു. ഇവിടെയും നമ്മൾ കേരളത്തിലും പലപ്പോഴും പല ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ തുറന്നുവിടാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്ന വർഷമാണ്. അതായത് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ ലോകം മുഴുവൻ ഞെടുങ്ങിപ്പോയ ഈ സംഭവം ഉണ്ടായത്. അന്നും ഇന്നും BJP പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് എല്ലാ കാലത്തും എപ്പോഴും സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന ഒരു വാദമാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ മതപരിവർത്തന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സാധുവായ ഈ മനുഷ്യനെയും അയാളുടെ കുഞ്ഞുങ്ങളെയും ഇവർ ചുട്ടരിച്ചത്. അന്ന് ചുട്ടരിക്കലിന് നേതൃത്വം കൊടുത്തത് ബജറംഗദളിൻ്റെ പ്രവർത്തകരായ 10, 50, 60ഓളം വരുന്ന അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കൊടും ക്രിമിനലുകളാണ് ഇതിന് തുനിഞ്ഞതും അദ്ദേഹത്തെ ചുട്ടരിച്ചതും. ഇന്ന് വരെ ഈ ചെയ്ത കൃത്യത്തിനോട് ഇന്ന് വരെ ഈ സംഘപരിവാർ സംഘടന ഒരിക്കൽ പോലും തെറ്റായിപ്പോയെന്നോ അല്ലെങ്കിൽ ആ കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ സംഘപരിവാർ സംഘടനയിൽപ്പെട്ടവർ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ആകർഷിക്കാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു, കേക്ക് കൊടുക്കുന്നു ഉള്ള പതിവ് നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ മുൻപത്ത് കണ്ടല്ലോ, അതിൻ്റെ ഒരു തുടർ പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ മഹേന്ദ്ര ഹെബ്രാം എന്ന് പറയുന്ന ഇയാളെ തുറന്നു വിടുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒഡീസയിൽ BJP പ്രവർത്തകർ വലിയ തോതിൽ ഈ കുറ്റവാളികളെ തുറന്നു വിടണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. അവർ തന്നെ നേതൃത്വം കൊടുത്താണ് സുപ്രീം കോടതിയൊക്കെ സമീപിക്കുകയൊക്കെ ചെയ്തത്. ഈ ഇതിലെ 1ാം പ്രതിയായ ധാരാ സിംഗിനെയും ഈ ഹെബ്രാമിനെയും തുറന്നു വിടണമെന്ന് പറഞ്ഞ് അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തു. ഈ മനോഹർപൂർ ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA ആയിരുന്ന ഇപ്പോഴത്തെ ഒഡീസ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയാണ് അതിനന്ന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ 2ാം പ്രതിയെ തുറന്നുവിട്ടു. 1ാം പ്രതിയും പുറത്തു വരാനാണ് സാധ്യത. കാരണം അത് ശക്തമായിട്ട് തന്നെ അവർ BJPയുടെ അജണ്ടകളിലൊന്നാണ് അയാളെ തുറന്നുവിടുക എന്നുള്ളത്. കാരണം ഇപ്പോൾ തുറന്നുവിടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇയാൾ തന്നെ പല കൊലക്കേസുകളിലും പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് തൽക്കാലം ഒന്ന് അറച്ചു നിൽക്കുക. 3ഓ 4ഓ കൊലക്കേസുകളിൽ അയാൾ പ്രതിയായതുകൊണ്ടാണ് അയാളെ ഇപ്പോൾ തുറന്നുവിടാതിരിക്കുക. ഏത് നിമിഷവും തുറന്നുവിടാവുന്ന സാഹചര്യമുണ്ട്. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് 51 പേരെയായിരുന്നു ഈ കേസിൽ CBI പ്രതികളായി കണ്ടെത്തിയത്. അതിൽ വിചാരണ കോടതി ഏതാണ്ട് 37 പേരെ വിട്ടയക്കുകയും ബാക്കി 14 പേരുടെ പേരിലായിരുന്നു കുറ്റം ചാർത്തിയിരുന്നത്. അതിൽ ഈ 1ഉം 2ഉം പ്രതികൾക്ക് വധശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. പിന്നീട് അത് ഹൈക്കോടതി ഇടപെട്ട് വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ബാക്കി ഉണ്ടായിരുന്ന 12 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് കേസിൻ്റെ ഒരു ഏകദേശ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ കേസ് BJPയുടെ എല്ലാ കാലത്തെയും ഒരു അജണ്ടയായിരുന്നു ഈ കേസിലെ പ്രതികളെ വെറുതെ വിടണമെന്നുള്ളത്. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ അവരത് ഈ 25 വർഷത്തിന് ശേഷം, ഇപ്പം ആ സംഭവം നടന്ന് 26 വർഷമായിരുന്നു, ഇയാൾ 25 വർഷമായിട്ട് ജയിലിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അയാളെ തുറന്നു വിട്ടു. തുറന്നു വിടുമ്പോൾ തന്നെ കാണേണ്ടതാണ്, മാലയൊക്കെ ഇട്ട് ജയ് അധികൃതർ മാലയിട്ട് ജയ് ശ്രീറാം വിളിച്ചാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ജയിൽ പുള്ളിക്ക് കിട്ടിയ പ്രൊട്ടക്ഷൻ, സംരക്ഷണം. വലിയ തോതിൽ സ്വീകരണത്തോടു കൂടിയാണ് ഈ ജയിൽ പുള്ളിയെ ഈ കൊലപാതകിയെ പുറത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന സംരക്ഷണമെന്ന് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കൃത്യമായിട്ട് ന്യൂനപക്ഷ സംരക്ഷണം, ക്ഷേമം എന്നൊക്കെ പറയെങ്കിലും സംഘപരിവാർ സൈലന്റായി അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ്. BJPയും സംഘപരിവാർ RSSും ഒക്കെ തന്നെ അവർ പ്രഖ്യാപിത അവരുടെ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല. അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരം മതപരിവർത്തനം ഉപയോഗിക്കുക, അതിൻ്റെ നിയമം ഉണ്ടാക്കി അവരെ കൈകിട്ടുന്നവരെല്ലാം പിടിച്ച് ജയിലിലിടുക, അതെല്ലാം
കൃത്യമായി നടപ്പാക്കും. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ തൽക്കാലം കേരളത്തിലെ ഒരു ശക്തിയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ എങ്ങനെയും കൂടെ പിടിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ എലിപ്പത്തായത്തിനകത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു സംഘം ബിഷപ്പുമാരും വൈദികരും ഒക്കെ പോയി കയറി കൊടുക്കുകയാണ്. എന്നിട്ട് BJPയോട് സഖ്യം ചേർന്നാൽ എന്താ എന്ന് ചോദിക്കുകയും അതിന് പറ്റുന്ന ന്യായീകരണങ്ങൾ ഈ ക്രിസംഗി കാസ പോലുള്ള വിഷവിത്തുകളെ കൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ന് ഇത്തരം അവകാശവാദങ്ങൾക്ക് കൃത്യമായ ഒരു ന്യായം പോലും പറയാൻ ഈ സാമുദായിക നേതാക്കന്മാർക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇങ്ങനൊരു ഈ ലോകത്ത് തന്നെ ഒരു പക്ഷെങ്കിൽ ഒരു മിഷണറിയോട് ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ, ആധുനിക കാലത്ത് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ? ഒരു ജനാധിപത്യ രാജ്യത്താണ് മതപ്രചരണം ഭരണഘടന നൽകുന്ന ഒരു അവകാശമുള്ള ഒരു രാജ്യത്ത് മതപ്രചരണം നടത്തിയെന്ന് പറഞ്ഞാണ് ഈ പാവപ്പെട്ട ഈ മിഷണറിയെ ചുട്ടുകൊന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ അങ്ങനെ ഒരു ആശയ സംഹിത കൊണ്ടുകൊടുക്കുന്നവരോടാണ് സഖ്യം ചേരാൻ. കാരണം എന്താണ്, കേന്ദ്ര ഏജൻസികൾ EDയെയും CBIയെയും ഇൻകം ടാക്സിനെയൊക്കെ ഭയന്ന് കൂട്ടിവെച്ചിരിക്കുന്ന സ്വത്ത് അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ സമുദായ നേതാക്കന്മാരും ഈ ക്രിസംഗി അല്ലെങ്കിൽ കാസ പോലുള്ള വിഷവിത്തുകൾ ഇതിനൊക്കെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കും. കേരളത്തിലെ BJP ആണെങ്കിലും ദേശീയ തലത്തിലുള്ള ഒറ്റ നയം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്ര വ്യാപകമായിട്ട് ക്രൈസ്തവ വേട്ട നടന്നിട്ട് കേരളത്തിലെ ഒരു നേതാവും അതിനെ തള്ളിപ്പറയുകയോ അതിനെ അപലപിക്കുകയോ ചെയ്തിട്ടില്ല. BJP അവരുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. കേരളത്തിൽ അത് തന്നെയാണ് നിലപാട്. വോട്ടിന് വേണ്ടി ഇവരെ പ്രീണിപ്പിക്കുന്നു, ഇവരതിന് വഴങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത്. അത് തന്നെ അവിടെയാണ് നമ്മളൊരു ഈ ഭരണവർഗത്തിന്റെ ഈ ഒത്താശകളിലെ അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രീണനങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കുന്ന ഈ സമുദായ നേതാക്കന്മാരെയാണ് അവരുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. ഈ സമുദായ സ്പർദ്ധ ഉണ്ടാക്കിയത് അതിൽ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നവരോടൊപ്പം ചേരുമ്പോൾ നിങ്ങൾ 100 വട്ടം 10,000 വട്ടം ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ബോധവും ബുദ്ധിയും വിവേകവും വിചാരവും ഇല്ലാതായി പോകുന്ന ഒരു നേതൃത്വത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും അവരുടെ വിശ്വാസികൾ തിരിച്ചറിയുമായിരിക്കും. അതാണ് ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ BJPയോ RSSോ സംഘപരിവാർ സംഘടനകളോ അവരുടെ പ്രഖ്യാപിത നയങ്ങളിൽ, അതായത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു BJPയോ ഒരു സംഘപരിവാർ സംഘടന അവർ പിന്നോക്കം പോയിട്ടില്ല. അവരിപ്പോഴും അത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ തന്നെയാണ് ഈ അവരുടെ നിലപാടുകൾ. അവർ ഇത്തരം കുറ്റകൃത്യങ്ങളെ അവർ തള്ളിപ്പറയുകയോ അതിനെ അപലപിക്കുകയോ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. അവർ ചെയ്യത്തുമില്ല. അതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇന്ന് വരെ കേരളത്തിൽ ഇപ്പോൾ വലിയ ന്യൂനപക്ഷ പ്രേമം പറയുന്നവരാരെങ്കിലും ഗ്രഹാം സ്റ്റെയിനെ കൊന്നത് തെറ്റായിപ്പോയെന്ന് ഇവിടുത്തെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ V മുരളീധരനോ രാജീവ് ചന്ദ്രശേഖരോ സുരേന്ദ്രനോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അവർക്കത് പറയേണ്ട കാര്യമില്ല. അതാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ ഇവരുമായിട്ട് പോയി തലവെച്ച് കൊടുക്കുന്ന ഈ ബിഷപ്പുമാർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഒരു സംഘം ബിഷപ്പുമാരാണ് ഈ വേട്ടക്കാരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരെങ്കിലും തിരിച്ചറിയണ്ടേ? ഇപ്പോൾ കണ്ടതാണ്, മുനമ്പത്ത് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയി തലവെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് നിരാശ മാത്രമാണ് കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഇല്ലാതായി പോകുന്നത്. ഇപ്പം നോക്കിയേ, ഈ പീഡാനുഭവ ദിവസങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മിഷണറിയെ കൊന്ന ഒരു പ്രതിയെ തുറന്നു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ന്യൂനപക്ഷങ്ങളോടുള്ള കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒറീസ ഭരിക്കുന്ന സർക്കാരിൻ്റെ സമീപനമെന്ന് അറിയാനുള്ള ബുദ്ധി അല്ലെങ്കിൽ വിവേകം ഇനിയെങ്കിലും ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്.